യുദ്ധഭൂമിയിൽ വ്യക്തമായ വിജയികളില്ലെന്ന വിലയിരുത്തൽ അന്താരാഷ്ട്ര തലത്തിൽ ഉയരുമ്പോൾ ഈ സംഘർഷത്തിന്റെ ഏറ്റവും വലിയ രാഷ്ട്രീയ നഷ്ടം ഏറ്റുവാങ്ങിയ നേതാവായി ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു മാറിയിരിക്കുകയാണ്. ഇസ്രയേലിനുള്ളിൽ തന്നെ ഈ അതൃപ്തി ശക്തമായി പൊട്ടിപ്പുറപ്പെട്ടിരിക്കുകയാണ് ഇപ്പോൾ. അമേരിക്ക ഇറാൻ വെടിനിർത്തൽ കരാറ് പശ്ചിമേഷ്യയിൽ ഒരു താൽക്കാലിക ആശ്വാസം സൃഷ്ടിച്ചിരുന്നുവെങ്കിലും അതിന്റെ രാഷ്ട്രീയ പ്രതിഫലനം ഒരേ രീതിയിലായിരുന്നില്ല പ്രകടമായത്. യുദ്ധഭൂമിയിൽ വ്യക്തമായ വിജയികളില്ലെന്ന വിലയിരുത്തൽ അന്താരാഷ്ട്ര തലത്തിൽ ഉയരുമ്പോഴും ഈ സംഘർഷത്തിന്റെ ഏറ്റവും വലിയ രാഷ്ട്രീയ നഷ്ടം ഏറ്റുവാങ്ങിയ നേതാവായി ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ പലരും ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ശക്തനായ സുരക്ഷാ നേതാവെന്ന തന്റെ ദീർഘകാല ഇമേജ് നിലനിർത്താൻ ശ്രമിച്ചിരുന്ന അദ്ദേഹം ഈ യുദ്ധത്തിനൊടുവിൽ കൂടുതൽ ദുർബലനായിട്ടാണ് പുറത്തു വന്നതെന്നാണ് വ്യാപകമായ വിലയിരുത്തൽ. വിജയികളില്ലാത്ത യുദ്ധം എന്ന വിശേഷണം ഈ സംഘർഷത്തിന് നൽകിയിരിക്കുന്നത് അത്ര യാദൃശികമല്ല. തുടർച്ചയായ സൈനിക നീക്കങ്ങൾ ഉണ്ടായിരുന്നിട്ടും ഇറാന്റെ പ്രാദേശിക സ്വാധീനം തകർക്കാൻ ഇസ്രയേലിന് സാധിച്ചില്ലെന്നത് വ്യക്തമാണ്. യുദ്ധം ആരംഭിക്കുമ്പോൾ പ്രഖ്യാപിച്ച ലക്ഷ്യങ്ങൾ, അതായത് ഇറാന്റെ ആണവ ഭീഷണി ചെറുക്കൽ, പ്രാദേശിക സ്വാധീനം കുറയ്ക്കൽ, സുരക്ഷാ പരിസരം ശക്തിപ്പെടുത്തൽ തുടങ്ങിയവയിൽ ഒന്നും തന്നെ വ്യക്തമായ രീതിയിൽ കൈവരിക്കപ്പെട്ടിട്ടില്ല. ഈ ഒരു സാഹചര്യത്തിൽ യുദ്ധം അവസാനിക്കുമ്പോൾ പോലും പ്രശ്നങ്ങൾ അതേ നിലയിൽ തുടരുന്നതാണ് നെതന്യാഹുവിന്റെ തന്ത്രപരമായ പരാജയത്തെ കൂടുതൽ തെളിവാക്കുന്നത്. ഇതിലേറെ ഗുരുതരമായത് ഈ യുദ്ധത്തിന്റെ വ്യക്തമായ ഒരു എൻഡ് ഗെയിം ഉണ്ടായിരുന്നില്ലെന്ന ആരോപണമാണ്. സൈനിക നടപടികളിൽ നിന്ന് രാഷ്ട്രീയ നേട്ടങ്ങളിലേക്ക് മാറാനുള്ള ഏകീകൃത പദ്ധതിയില്ലാതെ ഒരു ദിശയില്ലാത്ത മുന്നേറ്റമായിരുന്നു ഇതെന്ന് പല വിശകലന വിദഗ്ധരും ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. യുദ്ധം ആരംഭിക്കാൻ ധൈര്യം കാണിച്ചെങ്കിലും അത് എങ്ങനെ അവസാനിപ്പിക്കണം എന്നതിൽ വ്യക്തതയില്ലാത്തത് നെതന്യാഹുവിന്റെ നേതൃത്വത്തിലെ ഒരു പ്രധാന ദൗർബല്യമായി തന്നെ കണക്കാക്കപ്പെടുന്നുണ്ട്. ഇസ്രയേലിനുള്ളിൽ തന്നെ ഈ അതൃപ്തി ശക്തമായി പൊട്ടിപ്പുറപ്പെട്ടിരിക്കുകയാണ്. ഈ സംഘർഷം ഒരു നിർണായക സത്യത്തെയാണ് വെളിപ്പെടുത്തുന്നത്. സൈനിക ശക്തി മാത്രം രാഷ്ട്രീയ വിജയത്തിന് മതിയാകില്ല, മറിച്ച് പ്രതീക്ഷകളും യാഥാർത്ഥ്യവും തമ്മിലുള്ള വലിയൊരു അന്തരം നെതന്യാഹുവിന്റെ നേതൃത്വത്തെ തന്നെ ചോദ്യം ചെയ്യുന്നതായി മാറിയിരിക്കുകയാണിപ്പോൾ. വെടിനിർത്തൽ ഒരു വലിയ യുദ്ധം ഒഴിവാക്കിയിരിക്കാം, എന്നാൽ അതിന്റെ രാഷ്ട്രീയ വില വളരെ ഉയർന്നതാണ്, പ്രത്യേകിച്ച് നെതന്യാഹുവിന്. ഇന്റർനാഷണൽ ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.